ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു കാലത്തെ നൂലപ്പം ബാക്കി വന്നതുകൊണ്ട് ഒരു 4 മണി ചായക്കടി ഉണ്ടാക്കാൻ കേട്ടോ. അത് ഞാനൊന്ന് പൊട്ടിച്ചിട്ട് എടുത്തതാണ്. അതിൻ്റെ കൂടെ കുറച്ച് മുട്ടപ്പൊരിയും കൂടി ഇട്ടിട്ടാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത്. എന്നുവെച്ചാൽ പരത്തി ഉണ്ടാക്കുന്നതൊന്നുമല്ല കേട്ടോ, തോരൻ പോലെ അങ്ങനത്തെ ആണ് കോരി തിന്നാവുന്ന രീതിയിലുള്ളത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കഷ്ണം ബട്ടർ ഇട്ട്, ഒരു കഷ്ണം ബട്ടർ, നെയ്യില്ലാത്തത് കൊണ്ടാണ്. നെയ്യുണ്ടെങ്കിൽ നെയ്യത്ത് എടുക്കാം, ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് മെൽറ്റായിട്ട് ഈ മുട്ടപ്പൊരി ഒന്ന് ചൂടാക്കി എടുക്കണം ഈ ബട്ടറിലിട്ട്. ഞാനിവിടെ മുട്ടപ്പൊരി ഉള്ളത് കൊണ്ട് ചെയ്യണതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മുട്ടപ്പൊടി മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നൂലപ്പം കൂടുതലുണ്ടെങ്കിൽ അത് തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ നൂലപ്പം 4 നൂലപ്പം ഉണ്ടായുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുട്ടപ്പൊരിയും കൂടി ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതുമായാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഈ ബട്ടറിലിട്ട് കൂടി ചെയ്യുന്ന ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. മുട്ടപ്പൊരി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിരിക്കുന്നത്. അതേ കടായി തന്നെ വെച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനൊരു 1/4 സ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. 4 ഉണക്കമുളക്, ഒരു സവോള അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, ഒരു 4 വെളുത്തുള്ളി അരി മുടിയായിട്ട് വരുന്നത്, ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ. സവോള വാടിയിട്ടുണ്ട് കേട്ടോ. മൊരിയേണ്ട ആവശ്യമില്ല. ഒരു തക്കാളി, ഒരു കഷ്ണം ക്യാപ്സിക്കോ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് രണ്ടും ഞാൻ ഇട്ടു. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ഞാൻ എന്തായാലും മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടുന്നില്ല. മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒരുവിധം വാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് ഒരു പൊട്ട് മഞ്ഞൾ, ചതച്ച മുളകാണ് ഒരു 1/2 സ്പൂൺ, പൊടികളൊക്കെ ഒന്ന് ഒരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 2 സ്പൂണ് വെള്ളം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവോളയും ക്യാപ്സിക്കവും തക്കാളിയും എല്ലാം കൂടി വെന്തൊന്ന് ചേർന്ന് വരാൻ വേണ്ടിയിട്ടാണ് 2 സ്പൂണ് വെള്ളം ഒഴിച്ചത്. പൊടിയൊക്കെ എല്ലാം കൂടി വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അധികം കുഴയേണ്ട ആവശ്യമില്ല, അന്നേരമൊന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഞാൻ ആദ്യം തന്നെ മുട്ടപ്പൊരി ഇട്ട് കൊടുക്കാണ്. മുട്ടപ്പൊരി എല്ലാം കൂടി മിക്സ് ആകാനായിക്കോട്ടെ. നൂലപ്പത്തിന് നനവുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുട്ടപ്പൊരി ഇട്ട് കൊടുത്തത്. ഒന്ന് ചേരട്ടെ, എന്നിട്ട് നൂലപ്പിട്ട് കൊടുക്കാം. മുട്ടപ്പൊരി എല്ലാം മിക്സായി അത്യാവശ്യം ഒന്ന് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അധികം നനയേണ്ട കുഴയേണ്ട ആവശ്യമില്ല, കുതരേണ്ട ആവശ്യമില്ല. അത് ഞാൻ നൂലപ്പം പൊട്ടിച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ അടർത്തി എടുത്തേക്കുന്നതാണ്. അതിട്ട് കൊടുക്കാം. ഉണ്ട്, അടിപൊളിയായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും കഴിക്കാൻ പറ്റും, 4 മണി ചായക്ക് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കണത് അടിപൊളിയായിട്ട് നല്ലതാണ്. ഞാനിത്
വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി. നൂലപ്പം 4 നൂലപ്പം കുറച്ച് മുട്ടപ്പരി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനായാലും 4 മണി ചായക്കായാലും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിൽ, സൂപ്പർ ടേസ്റ്റിലുള്ള 4 മണി ചായയുടെ കൂടെ കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ മനസ്സ് കാണിക്കണം കേട്ടോ. തൊട്ടടുത്ത ബെല്ലും കോളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.